ടാറ്റ സഫാരി എന്നുള്ള പേര് കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിതമാണല്ലോ. കാരണം ചെറുപ്പത്തിലൊക്കെ അഡ്മയർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് സഫാരി. അപ്പോൾ നമ്മൾ സഫാരിയുടെ പുതിയൊരു വേഷം വന്നപ്പോഴും അതൊരു വീഡിയോ ചെയ്തു, മീഡിയ ഡ്രൈവിന് പോയി. പക്ഷേ അതൊക്കെ തന്നെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അല്ലേ. എന്തായാലും സഫാരി കൊണ്ട് ലോങ് ഡ്രൈവ് പോകണം, ലോങ് ഡ്രൈവ് പോയിട്ട് വളരെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആ പ്ലാനിലേക്ക് എത്തിയേക്കാണ്. ഇത് മലയാളം ടാറ്റയാണ്, വൈറ്റില. അപ്പോൾ ഇവിടെ നമ്മൾ സഫാരി എടുത്തിട്ട് നേരെ വയനാട് വരെ പോയിട്ട് തിരിച്ചുള്ള വഴിയാണ്. അതൊരു ലോങ് ട്രിപ്പ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലുള്ള സാധനം നമുക്ക് ഈ വണ്ടിയായിട്ട് ട്രിപ്പ് പോകാം. ട്രിപ്പ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു യാത്ര പോകാം. അപ്പോൾ ഞാൻ കീ മേടിക്കട്ടെ. ഹായ് നമസ്കാരം. പേരെങ്ങനെ? എൻ്റെ പേര് ജോർജ്. ടാറ്റ. ഓക്കെ സഫാരിയെ കുറിച്ച് എന്താ പറയുന്നത്? സഫാരിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, പഴയതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ നേരത്തേക്കാളും കുറേയധികം ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്. കാര്യം ടാറ്റ മോട്ടോഴ്സിൽ നിന്നും ഇത്രയും പ്രീമിയമായുള്ള വേറൊരു വാഹനം ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും ഞാൻ ഓടിച്ച വണ്ടി, അത് ഒരു വർഷം 1.5 വർഷം മുമ്പ് ഓടിച്ച വണ്ടിയേക്കാളും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വെന്റിലേറ്റർ സീറ്റ്സ് വന്നിട്ടുണ്ട്, വയർലെസ് ചാർജിങ്, വൈഫൈ കണക്ടിവിറ്റി, എയർ പ്യൂരിഫയർ, പിന്നെ ടോട്ടലി ഒരു ഡാർക്ക് ആണ്. കൂടുതൽ സസ്പെൻസ് വേണ്ട, ഞാൻ വണ്ടി കൊണ്ടുപോയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര ആശംസിക്കുന്നു. താങ്ക്സ്. ടാറ്റ സഫാരിക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുട്ടികൾ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക യുവാക്കളാണെങ്കിലും എല്ലാവരും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ സഫാരിനെ ഒന്ന് എന്താ പറയുക അഡ്മയർ ചെയ്തിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക സിനിമാ നടന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ് സഫാരി എന്നുള്ളതാണ്. സഫാരി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്ട്രീറ്റ് പ്രസൻസ് ഉള്ള ഒരു വലിയ ഒരു SUV ആയിരുന്നു. ആ ഒരു SUVയുടെ ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. അതായത് ഇത് ടാറ്റ സഫാരിയുടെ ഏറ്റവും പുതിയ മോഡലാണ്. അപ്പോൾ ഈ ഒരു സഫാരിക്ക് വന്ന ഒരുപാട് ചേഞ്ചുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ രൂപം മൊത്തത്തിൽ മാറി, മോണോകോക്കായി. അതായത് ബോഡി ഓൺ ഫ്രെയിം ആയിരുന്ന പഴയ സഫാരി നിന്ന് മോണോകോക്കായിരുന്നു. ടാറ്റ സഫാരിയെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ എക്സ്റ്റെൻസീവായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കിൻ്റെ മാനുവലിൻ്റെ ഒക്കെ മീഡിയ ഡ്രൈവ് പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സഫാരി നമ്മൾ പല സിറ്റുവേഷനിൽ ഓടിച്ചിട്ടുണ്ട്. ലോങ് ഡ്രൈവ് പോകാന്ന് പറയുമ്പോൾ വണ്ടി എടുത്ത് വയനാട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോയി, അത് ഓൺ റോഡിൽ ഓടിച്ചു പോയി, അവിടെ ഓഫ് റോഡ് ചെറുതായിട്ടൊക്കെ ചെയ്ത് വണ്ടിയെ മുഴുവനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിലാണ് ഈ വണ്ടി എടുത്തത്. കാല് കൊടുത്ത പാഞ്ഞു കയറി പോകുന്നതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഹ്യുണ്ടായിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ഈ ഒരു 6 സ്പീഡ് ഫിയറ്റിൻ്റെ ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല സിങ്ക് ആണെന്നുള്ളതാണ്. അതായത് വണ്ടി ഒന്ന് ഓടി ഒന്ന് സുഖിമാനായി മാറിയപ്പോൾ, അതായത് വണ്ടിയുടെ ഒരു ഹീറ്റൊക്കെ പക്കയായപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര സ്മൂത്തായി പോയി. സ്മൂത്ത് പറയുമ്പോൾ വണ്ടി തികച്ചും ലളിതമായിട്ട് ചുമ്മാ കാല് കൊടുത്ത് വലിച്ചേറി പോകുന്നൊരു ഫീലൊക്കെ ഉണ്ടായി. ഇപ്പോൾ സ്പോർട്സ് മോഡിലും മാത്രമേ ഉള്ളൂ വണ്ടിക്ക് ഒരു അഗ്രസീവ്നെസ്, അല്ലെങ്കിൽ തികച്ചും മാന്യമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു SUV എന്ന ഈ സഫാരി കാണാം. ഇപ്പോൾ 4 വീല് ഡിസ്ക് ഉണ്ട് ബാരിയർ കമ്പയർ ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ ഒരുപാട് ഫീച്ചർ തിയേറ്റർ ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നല്ലതാണ്. കൂടാതെ പിന്നെ സീറ്റിൽ പോലും വെന്റിലേഷൻ ഉണ്ടെന്നുള്ളത് പറയാം. അപ്പോൾ വെന്റിലേറ്റർ സീറ്റുകളുണ്ട്. കൂടാതെ മാപ്പിൻ്റെ സപ്പോർട്ടിന് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നല്ല റൈഡുള്ള, നല്ല സസ്പെൻഷനുള്ള, നല്ല ബ്രേക്കുള്ള, നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്നൊരു വണ്ടി എന്ന നിലയ്ക്ക് സഫാരി കാണാം. ഒരു ഫാമിലി SUV എന്ന നിലയ്ക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന കുറച്ചൊക്കെ ഫൺ ഫാക്ടർ കാണിച്ച് കുന്തലപ്പോൾ കാണിച്ച് ചെറിയ ചെറിയ മോശം റോഡുകളിലൊക്കെ ഓടിച്ചു പോകാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് സഫാരി കാണാം. പിന്നെ എന്നെ ഒന്ന് ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി ആയിരുന്നു. അതായത് 11 കിലോമീറ്റർ ഓവറോൾ ട്രിപ്പിൽ കാണിച്ചു നമ്മുടെ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കുമ്പോൾ. കൂടാതെ ചുരമൊക്കെ കയറിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒന്ന് ഡ്രോപ്പായി കൂടി 10.5 10.8 ആ ലെവലിൽ വണ്ടി ഫുള്ളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റി. ചില സമയത്ത് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുമ്പോൾ 12ന്റെ മുകളിലൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലുള്ള ഒരു ടോർക്ക് കൺട്രോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വണ്ടി, കൂടാതെ നല്ല എഞ്ചിനുള്ള വണ്ടി, നല്ല ഗിയർ ബോക്സുള്ള വണ്ടി എന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി വണ്ടിയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു SUV എന്ന നിലയ്ക്ക്, ഫാമിലി SUV എന്ന നിലയ്ക്ക് മികച്ചൊരു ചോയ്സ് ആയിട്ട് സഫാരിയെ കാണാം. ക്ലബ്ബുകൾ, കമ്മ്യൂണിറ്റികൾ, ഒരു വണ്ടിയുടെ പേരിൽ ക്ലബ്ബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക പറയുന്നതും ഒരു നല്ല കാര്യമായിട്ടുള്ള കാര്യമാണ്. അത് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതല്ല ഒരു സപ്പോർട്ട് കിട്ടും, ലോങ്ങെല്ലാം മുമ്പ് ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ കിട്ടും. അതാണ് സോൾ കമ്മ്യൂണിറ്റിയുടെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു വണ്ടിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് എക്സൈൽ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ഈ ഒരു സഫാരി കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു അതിശക്തി ഇല്ല. കാരണം അതൊരു ബോഡി ഓൺ ഫ്രെയിമാണ്. അതിനൊക്കെ കൂടുതൽ കംഫർട്ട് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുമെങ്കിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് മികച്ചൊരു വണ്ടി നിലയ്ക്ക് സഫാരി കാണാം. സഫാരി ഒരു നല്ല കാറാണ്. സഫാരി ഒരു നല്ല SUV ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ 70 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയുണ്ട് കുറച്ചധികം പോകാനായിട്ട്.
പക്ഷേ നമ്മുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 500 കിലോമീറ്ററാണ്. 500 കിലോമീറ്റർ തുടക്കം എന്ന നിലയ്ക്ക്, ബിഗിനിങ് എന്ന നിലയ്ക്ക് എനിക്ക് ഒന്ന് തൃശ്ശൂർ എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഇനീഷ്യൽ ഇംപ്രഷൻ കൊള്ളാമെന്നുള്ളത് തന്നെയാണ്. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. മാത്രമല്ല ട്രോപ്പിക്കൽ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് സഫാരിക്കുണ്ട്. കൂടാതെ ആ ഒരു ഗോൾഡ് എഡിഷൻ ഉണ്ട്. ഗോൾഡ് എഡിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് എഡിഷനിലും വൈറ്റിലും മാത്രം കിട്ടുന്ന കാര്യമാണ്. കൂടാതെ ആ ഒരു കാശിരംഗ എഡിഷനിലും കൂടി നമ്മൾ സഫാരി കണ്ടു. അപ്പോൾ സഫാരിക്ക് ഒരുപാട് വേരിയന്റുകളുണ്ട്. സുഖവും കംഫർട്ടും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കൺവീനിയൻസ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു നല്ല വണ്ടി എന്ന നിലയ്ക്ക് സഫാരി മാറിയിട്ടുണ്ട്. അതായത് വെന്റഡ് സീറ്റ് വന്നു, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജ്, അങ്ങനെ സംഗതികളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫീച്ചേഴ്സുള്ള ആ സഫാരിയിൽ യാത്ര ചെയ്യാറുണ്ട് തികച്ചും മികച്ചൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചിട്ട് വയനാട് എത്തിയപ്പോൾ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. സഫാരിയുമായിട്ടുള്ള യാത്രയിൽ, ഇപ്പോൾ വയനാട് വന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ കംഫർട്ട് തന്നെയാണ്. അത് പറയേണ്ടതുണ്ട്. പിന്നെ ഓഫ് റോഡ് മോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇതൊരു വലിയ പാലമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഇന്നോയൊക്കെ പോകുന്ന പാലമാണ്, പക്ഷേ നമ്മൾ സഫാരിയോട് റിസ്ക് എടുക്കാൻ തയ്യാറില്ല. എന്തായാലും ഒരു ചെറിയ ഓഫ് റോഡ് കാണിക്കാൻ ഓഫ് റോഡ് മോഡുകളാണല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ല, വണ്ടി തന്നെ പറഞ്ഞു. റഫ് റോഡ് മോഡിൽ നമ്മളിങ്ങനെ ചുമ്മാ, അതായത് ഫ്രണ്ടിൽ ട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള മോഡുകളാണ്. എന്നാലും വലിയ പ്രശ്നമില്ലാത്ത ടെറൈൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് പറയാം. അതായത് കുറച്ച് മടിയാണെങ്കിലും സ്ലഷി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമില്ല. അത് മാത്രമല്ല കുറച്ചൊരു ആർട്ടിക്കുലേഷൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ റഫ് റോഡ് മോഡ് അല്ലെങ്കിൽ വെറ്റ് മോഡ് അല്ലെങ്കിൽ സാൻഡ് മോഡ്, അങ്ങനെ 3 മോഡുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മോഡ് ആ ഒരു ടെറൈൻ അനുസരിച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ദൂരത്ത്, ഐ മീൻ റോഡുകളിൽ അത്യാവശ്യം ഒരു ഹില്ലി ടെറൈൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ലഷി ആയിട്ടുള്ള ഒരു ടെറൈൻ ആണെങ്കിലും മണലിലൂടെ പോകാനായിട്ട് സാൻഡ് മോഡ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതായത് സഫാരി ഒരു 4x4 അല്ല, പക്ഷെ സഫാരിക്ക് ഒരു ഡ്രൈവ് മോഡുകൾ, ഓഫ് റോഡ് ഡ്രൈവ് മോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ടാറ്റ സഫാരിയുടെ ഒരു മുൻവശത്തിന് ഈ ഒരു ബമ്പറിലുള്ള ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സും കൂടാതെ ഗ്രില്ലും, അതായത് ആ ട്രൈ ആറുള്ള ഗ്രില്ലൊക്കെ കൂടി ചേർന്നിട്ട് ഒരു അഴക് നൽകുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ് റോഡ് മോഡുകളുണ്ട്, കൂടാതെ ഡ്രൈവ് മോഡുകളുണ്ട്, ഇപ്പോൾ സ്പോർട്ട്, സിറ്റി, ഈക്കോ മോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഓഫ് ഡ്രൈവിംഗ് എന്തൂസിയാസം നമുക്ക് ഇതിനകത്ത് കാണാം. കൂടാതെ ഈ ഒരു വലിയ ബോണ്ടേരി ആണ്. അതിനകത്ത് ആ ഒരു എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 120 ബേസ് ഗ്രാറ്റൊക്കെ എഞ്ചിനാണത്. വലിയ ഗ്ലാസ് ഏരിയ, കൂടാതെ ആ ഒരു സൺറൂഫ്, പനോരമിക് സൺറൂഫാണ്, റൂഫ് റെയിൽസ് ഉണ്ട്, വലിയ വീലുകളാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഫാരിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ആ റിവ്യൂവിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയേണ്ട കാര്യമില്ല. പക്ഷേ കാണാനുള്ള അഴകെന്ന് പറയുന്നത് വയനാടൻ കാടുകളിൽ നമ്മൾ ആ ഒരു കിളികളിലെ കളകളാരവും കൂടാതെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന ആ ഒരു നാദവും ഒക്കെ കേട്ട് സഫാരിയായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പ്രകൃതിയോട് അലിഞ്ഞു നിൽക്കുന്ന ഒരു വണ്ടി നിലയ്ക്ക് സഫാരി കാണാൻ തോന്നുന്നു. അപ്പോൾ ടാറ്റ സഫാരി ഒരു വലിയ വണ്ടിയാണെന്നുള്ളത് ഈ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് കൃത്യമായി കാണുന്നത്. സഫാരിയുടെ ഗാംഭീര്യം വശങ്ങളിലാണ്. അതിന് കാര്യമായിട്ട് 18 അലോയ്സിന്റെ കാര്യം പറയാം. കൂടാതെ ഡാർക്ക് എന്നുള്ള ഒരു ലോഗോ ഉണ്ട്. അപ്പം വലിയ വിൻഡോ ഏരിയയും കൂടെ സഫാരിയുടെ ആ ഒരു ട്രഡീഷൻ പേർന്ന ഈ ഒരു 3 റോ വിൻഡോ, അതായത് ഈ റൂഫ് റെയിലിന്റെ ഭാഗമെന്ന് തോന്നിക്കുന്ന ഈ ഒരു വിൻഡോ ഒക്കെ തന്നെ സഫാരിയുടെ ലെഗസി പേരുന്നുണ്ട്, അല്ലെങ്കിൽ ലെഗസി പേരുന്നുണ്ട്. അപ്പോൾ മുമ്പിലും മുന്നിലും ഡിസ്ക് ബ്രേക്കുകളാണെന്നുള്ളതും സഫാരിയുടെ കാര്യമായിട്ട് പറയാം. ഭംഗിയുള്ളൊരു പിൻഭാഗം കൂടി സഫാരിയുടെ ഭാഗമാണ്. പിന്നെ ഈ ഒരു സഫാരിയിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു മണ്ണും ചെളിയും എന്നുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് ഇത് അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ ചെയ്തു വന്നാണ് ഞാനിപ്പോൾ. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. കൂടാതെ ആ ഒരു സിംഹത്തിന്റെ ഫാമിലി സിംബൽസ് ഇവിടെ കാണാം. ഇനി ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടിലേക്കാണ് വന്നത്, 900 കണ്ടിക്കാണ് വന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ നോക്കിയേ, 900 എന്നുള്ള നമ്പറിലെ.
അപ്പോൾ സഫാരിയും താഴെ കാണാം ആ ലെറ്ററിംഗ് എല്ലാം പരക്കി വെച്ച പോലെ. കൂടാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് ഒരു ഗാംഭീര്യമുള്ള വണ്ടിയായിട്ട് സഫാരി നമുക്ക് നോക്കി കാണാൻ പറ്റും. SUV സംബന്ധിച്ച് മണ്ണും ചെളിയൊക്കെ ഒരു അഴകാണ്. അപ്പോൾ സഫാരി നമ്മൾ രാവിലെ വാഷ് ചെയ്താണ് വീണ്ടും ഈ ഒരു കുളത്താവുള്ള കാരണം കേരളത്തിലെ ആ ഒരു ക്ലൈമറ്റാണ്. കൂടാതെ വയനാട് നല്ല മഴയും. ഇനി ബൂട്ട് ഏരിയ കണ്ടോ. അപ്പോൾ നമ്മൾ 4 സീറ്ററും ബൂട്ടുമായിട്ട് വന്നാലും ഇത്രയും ബാഗുകളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. അതായത് നമുക്കൊരു എന്താ പറയുക ഒരു ഹൗസ് മൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ തക്കവണ്ണം വലുതാണ് ഇതിൻ്റെ ബൂട്ട്. ഇതിൻ്റെ ബൂട്ടിൽ എന്ന് പറയുമ്പോൾ 3rd റോയുടെ സീറ്റാണ് വരിക. അവിടെ നമുക്ക് ആ ഒരു AC വെൻസൊക്കെ ആ ഒരു സീ പില്ലറിലും കാണാം. കൂടാതെ ആ ഒരു AC കൺട്രോൾസും കൂടി 3rd റോയിലുണ്ട്. സഫാരിയുടെ 3rd റോ എന്ന് പറയുന്നത് ഗുഡ് പ്ലേസ് ടു ബി എന്നുള്ളതാണ്. കാരണം ഈ ഒരു മിഡിൽ റോ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അപ്പോൾ സ്ഥലമുണ്ട്. തൈ സപ്പോർട്ട് മാത്രമേ ഒത്തിരി പ്രശ്നമുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സ്ഥലവും കാണാം. അപ്പോൾ തികച്ചും ഒരു 6 സീറ്റർ എനിക്ക് വണ്ടി കാണാം. അതായത് ഈ ഒരു 6 സീറ്റുകളിലും യാത്ര ചെയ്യാമെന്നുള്ളതാണ്. പ്രാക്ടിക്കലാണ്. ശരിക്കും സഫാരിയുടെ ഈ ഒരു മിഡിൽ റോ ആണ് ഏറ്റവും നല്ല സൗകര്യപ്രദമായിരിക്കാവുന്ന സ്ഥലം. അതായത് മുന്നത്തെ സ്റ്റോമിന് തന്നെ ആയിരുന്നു മിഡിൽ സീറ്റ് എന്ന് പറയുന്നത് മികച്ചൊരു മിഡിൽ സീറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടിരിക്കാം. കൂടാതെ റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. ഈ ലെതറിൻ്റെ മെറ്റീരിയൽ നല്ലതാണ്. നല്ല ഒരു ബോസ്റ്റിങ് നല്ല തൈ സപ്പോർട്ടൊക്കെ കാണാം. അതായത് ഈ ഒരു സീറ്റ് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സുഖമുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു പാസഞ്ചർ സീറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സീറ്റിന് ഒരു ഹാൻഡിൽ കാണാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ടാകാം. ഇപ്പോൾ ഡ്രൈവർ ഓടിക്കുമ്പോൾ മിക്കവാറും ഒരു പിന്നിലിരിക്കുന്ന ആൾ ആ ഒരു ഇടതുവശത്തായിരിക്കും ഇരിക്കാം. മുന്നിലെ ഫീച്ചേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു മൾട്ടിമീഡിയ സ്ക്രീൻ, അതായത് ആപ്പിൾ കാർപ്ലേ ഉള്ള ആൻഡ്രോയിഡ് ലൈവ് സ്ക്രീൻ അത്യാവശ്യം റെസ്പോൺസീവ് ആണെന്ന് കാണാം. കൂടാതെ തീമെല്ലാം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മീറ്റർ നമ്മൾ ഒരുപാട് പെട്ടെന്നെ കുറിച്ച് പറഞ്ഞാണ്. സ്പോർട്ട് മോഡ്, ഈക്കോ മോഡ്, സിറ്റി മോഡ് ഉണ്ട്. കൂടാതെ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. നല്ല സ്റ്റിയറിംഗ് ആണ്. ടീച്ചും ടിൽറ്റ് വെച്ചാണ് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ള വണ്ടിയാണത്. ആ ഒരു ഫീച്ചേഴ്സ് കൂടുതലായിട്ട് മികച്ച ഒരു വണ്ടി എന്ന നിലയ്ക്ക് സഫാരി കാണാം. സഫാരിയുമായിട്ടുള്ള വയനാട് ഡ്രൈവ് ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. അതായത് നമ്മുടെ എക്സ്പെക്ടേഷനും അപ്പുറം വണ്ടി പെർഫോം ചെയ്യുന്നതാണ്. നല്ല റൈഡ് കംഫർട്ട് ഉണ്ട്. ഓടിക്കാൻ നല്ല രസമുണ്ട്. ചെറുതായിട്ട് ഓഫ് റോഡൊക്കെ നോക്കി നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. സഫാരി ഒരു നല്ല ഫാമിലി SUV ആണ്. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗം തന്നെ കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്കുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്കും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി. നമസ്കാരം.